നമസ്കാരം. ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നിർമ്മാണ മേഖലയിൽ മുന്നേറ്റം. ഒക്ടോബറിലെ ഉൽപാദനം 5 വർഷത്തെ ഉയരത്തിൽ. തുണയായത് GST നിരക്കിളവ്. കേന്ദ്ര ബജറ്റിൽ പ്രതീക്ഷയർപ്പിച്ച് വസ്ത്ര നിർമ്മാണ മേഖല. നികുതി ഇളവും കയറ്റുമതി പിന്തുണയും നടപ്പിലാക്കണമെന്ന് ആവശ്യം. സെപ്റ്റംബർ പാദത്തിൽ ഇന്ത്യ നേടിയത് $44.3 ബില്യൺ കരാറുകൾ. കഴിഞ്ഞ 6 പാദത്തിലെ ഏറ്റവും ശക്തമായ ത്രൈമാസ പ്രകടനമെന്ന് റിപ്പോർട്ട്. ഇന്ത്യൻ ഓഹരി വിപണി മികച്ച നിലയിലെന്ന് മോത്തിലാൽ ഒസ്വാളിന്റെ റിപ്പോർട്ട്. മൂല്യനിർണ്ണയങ്ങൾ ന്യായയുക്തമാണെന്നും റിപ്പോർട്ട്. ലാഭത്തിൽ 3 ഇരട്ടി നേട്ടവുമായി അംബുജ സിമന്റ്സ്. അറ്റാദായം 268% ഉയർന്ന് 1766 കോടി രൂപയായി. വിശദമായ വാർത്തകൾ നോക്കാം. ഇന്ത്യൻ ഓഹരി വിപണി ഇന്ന് നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുകയാണ്. സെൻസെക്സ് 39.78 പോയിന്റ് ഉയർന്ന് 83,978.49 നിഫ്റ്റി 41.25 പോയിന്റ് ഉയർന്ന് 25,763.35 വ്യാപാരം അവസാനിപ്പിച്ചു. വിശദാംശങ്ങളുമായി ബിസിനസ് ഡെസ്കിൽ നിന്നും വിഷ്ണു ആർ ആണ് ചേരുന്നത്. വിഷ്ണു, ഇന്നത്തെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഇന്നത്തെ ഒരു ക്ലോസിംഗിലോട്ട് നോക്കുമ്പോൾ ഏതായാലും 25,750 എന്നൊരു ലെവലിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 25,763 പോയിന്റ് നേട്ടത്തിലാണ്. അതായത് 0.16% നേരിയൊരു നേട്ടമാണ് നിഫ്റ്റി 50യിൽ കാണാൻ സാധിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിലോട്ട് വരുമ്പോൾ ഇന്ന് 325 പോയിന്റിന്റെ നേട്ടം കാണാൻ സാധിക്കുന്നുണ്ട്. 58,101 എന്നൊരു നിലയിൽ കൃത്യം പറഞ്ഞാൽ 0.5% മുകളിലേക്ക് ഒരു നേട്ടമാണ് ഇന്ന് ബാങ്ക് നിഫ്റ്റി രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്നത്തെ അഡ്വാൻസ് ഡിക്ലറേഷൻ നോക്കുമ്പോൾ നിഫ്റ്റി 50 ഓഹരികളിൽ നമ്മൾ കണ്ടത് ഇന്ന് ഭൂരിഭാഗം ഓഹരികളുടെ നേട്ടമുണ്ടായിരുന്നു. 30-ലധികം ഓഹരികളിൽ കൃത്യം പറഞ്ഞാൽ 32 ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ന് ക്ലോസ് ചെയ്തത്. 18 ഓഹരികളിലാണ് ഇന്ന് നിഫ്റ്റി 50യിൽ നമുക്ക് ഇടിവ് കാണാൻ സാധിച്ചത്. ഇന്നത്തെ ഒരു ടോപ്പ് ഗെയിനേഴ്സിലോട്ട് വരുമ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ നേട്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി 50 ഓഹരികളായി മാറിയിരിക്കുന്ന ഓഹരികൾ നമ്മൾ നോക്കുമ്പോൾ ഇന്ന് പാദഫലങ്ങൾക്ക് ശേഷം മികച്ചൊരു റിസൾട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കമൻട്രികളൊക്കെ തന്നെ വന്നൊരു ഓഹരിയായിരുന്നു ശ്രീറാം ഫൈനാൻസ്. ഇന്ന് നോക്കുമ്പോൾ 6.18% നേട്ടം ശ്രീറാം ഫൈനാൻസിൽ കാണുന്നുണ്ട്. ടാറ്റ കൺസ്യൂമേഴ്സ് 2.65% നേട്ടത്തിലാണ്. കൂടാതെ അപ്പോളോ ഹോസ്പിറ്റൽ, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര തുടങ്ങിയ ഓഹരികളൊക്കെ ഇന്ന് നിഫ്റ്റി 50യിൽ നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്ന് എറ്റേണൽ, ഇൻഡിഗോ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഭാരതി എയർടെൽ തുടങ്ങിയ ഓഹരികളിലൊക്കെ തന്നെ 1% മുകളിലേക്ക് മുന്നേറ്റം കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇടിവിലോട്ട് വരുമ്പോൾ ഇന്ന് ഓട്ടോ സെക്ടറിൽ നിന്നുള്ള മാരുതിയിലാണ് ഏറ്റവും കൂടുതൽ ഇടിവ് കാണുന്നത്. 3.41% ഇടിവ് മാരുതി രേഖപ്പെടുത്തുന്നു. ITC, TCS, L&T തുടങ്ങിയ ഓഹരികളിലും ഇന്ന് 1% മുകളിലേക്ക് ഇടിവ് കാണുന്നുണ്ട്. BL, JSW സ്റ്റീൽ, അദാനി എന്റർപ്രൈസസ്, NTPC, ടൈറ്റൻ എന്നീ ഓഹരികളിലൊക്കെയാണ് ഇന്ന് നിഫ്റ്റി 50യിൽ ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് ട്രേഡ് ചെയ്യുന്ന മറ്റ് ഓഹരികളായിട്ട് നമുക്ക് കാണുന്നത്. ബാങ്ക് നിഫ്റ്റിയിലോട്ട് വരുമ്പോൾ ഇന്നത്തെ ഒരു അഡ്വാൻസ് ഡിക്ലറേഷനിൽ നമുക്ക് 11 ഓഹരികളിലാണ് നേട്ടം കാണുന്നത്. ഒരു ഓഹരി ഇടിവ് എന്നൊരു രീതിയിലാണ് ട്രേഡിംഗ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഓഹരി വിപണി ഇന്ന് നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുകയാണ്. വിശദാംശങ്ങൾ നൽകിയത് ബിസിനസ് ഡെസ്കിൽ നിന്നും വിഷ്ണുവാണ്. ഇനി മറ്റു പ്രധാന വാർത്തകൾ നോക്കാം. നിർമ്മാണ മേഖലയിൽ മുന്നേറ്റം. ഒക്ടോബറിലെ ഉൽപാദനം 5 വർഷത്തെ ഉയരത്തിൽ. തുണയായത് GST പരിഷ്കരണവും ശക്തമായ ആഭ്യന്തര ആവശ്യകതയും. S&P ഗ്ലോബലിന്റെ HSBC PMI റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവന്നത്. ഒക്ടോബറിൽ നിർമ്മാണ PMI 59.2 ഉയർന്നത്. സെപ്റ്റംബറിലെ 57.7 നിന്നാണ് ഈ മുന്നേറ്റം. കയറ്റുമതി വളർച്ച മന്ദഗതിയിലായപ്പോൾ പുതിയ ഓർഡറുകളിൽ ഗണ്യമായ വർധനവുണ്ടായി. ഇതിന് കാരണം പ്രാദേശിക ഡിമാൻഡ് ശക്തമായതാണ്. ജനം ചെലവഴിക്കൽ ഉയർത്തിയതോടെ കമ്പനികൾക്കുള്ള പുതിയ ഓർഡറുകളിലും വർധനയാണ് രേഖപ്പെടുത്തിയത്. ഇത് ബിസിനസ് മേഖലയ്ക്ക് ആത്മവിശ്വാസം പകരുന്നുവെന്നും റിപ്പോർട്ട് വ്യക്തമാക്കി. ഉയർന്ന സാങ്കേതിക നിക്ഷേപങ്ങളും ഈ ഉയർച്ചയെ പിന്തുണച്ചതായി HSBCയിലെ ചീഫ് ഇന്ത്യ എക്കണോമിസ്റ്റായ പ്രജ്വൽ ഭണ്ഡാരി പറഞ്ഞു. പണപ്പെരുപ്പ സമ്മർദ്ദങ്ങളും താരിഫ് പ്രത്യാഘാതങ്ങളും നിലനിൽക്കുന്നുണ്ടെങ്കിലും ബിസിനസ് മേഖലയുടെ ആത്മവിശ്വാസം ശക്തമായി തുടരുന്നുവെന്നാണ് ഡാറ്റ വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കേന്ദ്ര ബജറ്റിൽ പ്രതീക്ഷയർപ്പിച്ച് വസ്ത്ര നിർമ്മാതാക്കൾ. നികുതി ഇളവും കയറ്റുമതി പിന്തുണയും നടപ്പിലാക്കണമെന്ന് ആവശ്യം. US ഇറക്കുമതി താരിഫിൽ നട്ടം തിരുകയാണ് രാജ്യത്തെ തുണി വ്യവസായം. വരാനിരിക്കുന്ന കേന്ദ്ര ബജറ്റിലാണ് മേഖല പ്രതീക്ഷ വയ്ക്കുന്നത്. പുതിയ യൂണിറ്റുകൾക്കുള്ള നികുതി ഇളവുകൾ, മൂല്യത്തകർച്ചയ്ക്ക് പരിഹാരമായുള്ള അലവൻസ്, പലിശ ഇളവ്, സമീപകാല ബജറ്റിന് മുമ്പുള്ള കൺസൾട്ടേഷനുകളിൽ പ്രധാന സ്കീമുകളുടെ യുക്തിസഹമാക്കൽ,
എന്നിവയുൾപ്പെടെ നിരവധി നടപടികൾ സ്വീകരിക്കണമെന്നാണ് വസ്ത്രമേഖല സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കുറഞ്ഞ ഉൽപാദന ചെലവുകളും മുൻഗണനാ വിപണി പ്രവേശനവും ആസ്വദിക്കുന്ന രാജ്യങ്ങളിൽ നിന്നുള്ള കടുത്ത മത്സരവും ആഗോള മാന്ദ്യസമ്മർദ്ദങ്ങളും ഇന്ത്യൻ വസ്ത്രമേഖലയുടെ പ്രധാന വെല്ലുവിളികളാണെന്നാണ് അപ്പാരൽ എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ പറയുന്നത്. ഈ സാഹചര്യത്തിൽ ആഗോള വിപണിയിലെ മത്സരക്ഷമത ശക്തിപ്പെടുത്തുന്നതിനായി പ്രത്യേക നികുതി പരിഗണനയായി 15% ഇളവ് അനുവദിക്കണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് മികച്ച സംഭാവന നൽകുന്ന മേഖലകളിലൊന്നാണ് വസ്ത്രവിപണി. $174 ബില്യൺ മൂല്യമുള്ളതാണ് ഈ മേഖല. 45 ദശലക്ഷത്തിലധികം ആളുകൾ തൊഴിൽ ചെയ്യുന്ന മേഖലയാണിത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സെപ്റ്റംബർ പാദത്തിൽ ഇന്ത്യ നേടിയത് $44.3 ബില്യൺ കരാറുകൾ. കഴിഞ്ഞ 6 പാദത്തിലെ ഏറ്റവും ശക്തമായ ത്രൈമാസ പ്രകടനമെന്ന് റിപ്പോർട്ട്. ശക്തമായ ആഭ്യന്തര സമ്പദ് വ്യവസ്ഥയും ഉപഭോക്തൃ ആവശ്യവുമാണ് വൻ കരാറുകൾ നേടുന്നതിന് രാജ്യത്തിന് പ്രചോദനമായത്. 999 കരാറുകളാണ് ഈ കാലയളവിൽ ലഭിച്ചത്. കരാറുകളെ നയിച്ചത് സെക്ടർ സാങ്കേതിക വിദ്യയാണ്. 146 ഡീലുകളിലായി $13.3 ബില്യൺ മേഖല നേടിയതെന്നും PwC ഇന്ത്യ റിപ്പോർട്ട് പറയുന്നു. റീറ്റെയിൽ ഉപഭോക്തൃ മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ ഡീലുകൾ നടന്നത്. $4.3 ബില്യൺ 165 ഡീലുകൾ. ഇത് ഇന്ത്യയുടെ ഉപഭോക്തൃ വിപണിയിൽ തുടർച്ചയായ വളർച്ച കൈവരിക്കുന്നതിന്റെ സൂചനയാണ്. ലയനങ്ങൾ, ഏറ്റെടുക്കലുകൾ, സ്വകാര്യ ഇക്വിറ്റി, IPOകൾ എന്നിവയാണ് ഈ പാദത്തെ നയിച്ചതെന്നും റിപ്പോർട്ട് പറയുന്നു. കൂടാതെ പ്രാദേശിക ആഗോള നിക്ഷേപകർ ഇന്ത്യയുടെ സാമ്പത്തിക ഭാവിയിൽ ശക്തമായ വിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്തതും നേട്ടമായി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യൻ ഓഹരി വിപണി മികച്ച നിലയിലെന്ന് മോത്തിലാൽ ഒസ്വാളിന്റെ റിപ്പോർട്ട്. മൂല്യനിർണ്ണയങ്ങൾ ന്യായയുക്തമാണെന്നും പരാമർശം. ഓഹരി വിപണിയിലെ കമ്പനികൾ വരുമാന സ്ഥിരത കൈവരിച്ചു വരികയാണ്. മുൻവർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ വളർച്ച മെച്ചപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നാണ് റിപ്പോർട്ടിലുള്ളത്. താരിഫ് സ്തംഭനാവസ്ഥയിൽ പരിഹാരമായാൽ അത് വിപണിക്കുള്ള വലിയ ഉത്തേജകമാകും. രണ്ടാം പാദത്തിൽ നിഫ്റ്റിയിലെ 27 കമ്പനികളെ വിലയിരുത്തുമ്പോൾ അവയുടെ വിൽപ്പനയിൽ 9% വളർച്ച കാണാം. എബിറ്റയിലെ വളർച്ച 8%. നികുതിക്ക് മുമ്പുള്ള ലാഭത്തിൽ 5% മുന്നേറ്റമുണ്ടായെന്നും റിപ്പോർട്ട് വ്യക്തമാക്കി. കോർപ്പറേറ്റ് വരുമാനത്തിന്റെ പാത പുനഃക്രമീകരിക്കാൻ സർക്കാർ നടപടി ആരംഭിച്ചിട്ടുണ്ട്. ഇതിനൊപ്പം GST കുറയ്ക്കൽ പോലുള്ള ആഭ്യന്തര പരിഷ്കാരങ്ങൾ കൂടി വരുമ്പോൾ പ്രതീക്ഷയാണ് വിപണിയിലുള്ളത്. നിഫ്റ്റി സൂചിക 21.4 മടങ്ങിലാണ് വ്യാപാരം നടത്തുന്നത്. അതായത് ദീർഘകാല ശരാശരിയായ 20.8-നടുത്ത്. കമ്പനികൾ വേഗത്തിൽ ലാഭം നേടാൻ തുടങ്ങിയാൽ ഓഹരി വിലകൾ കൂടുതൽ ഉയരും. ഇത് നിക്ഷേപകർക്ക് നേട്ടം നൽകുമെന്നും റിപ്പോർട്ട് പറയുന്നു. എന്നാൽ മിഡ്, സ്മോൾ ക്യാപ് ഓഹരികളുടെ മൂല്യനിർണ്ണയം ഉയരത്തിലാണ്. ഇതിൽ ജാഗ്രത വേണമെന്നും മോത്തിലാൽ ഒസ്വാൾ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ലാഭത്തിൽ 3 ഇരട്ടി നേട്ടവുമായി അദാനി ഗ്രൂപ്പിന്റെ ഭാഗമായ അംബുജ സിമന്റ്സ്. അറ്റാദായം 268% ഉയർന്ന് 1766 കോടി രൂപയായി. രണ്ടാം പാദത്തിൽ ലാഭവും വിൽപ്പനയും കുതിച്ചുയർന്നുവെന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. റെക്കോർഡ് അളവിൽ കമ്പനി സിമന്റ് വിറ്റഴിച്ചു. ഇതാണ് ഉയർന്ന വരുമാനത്തിലേക്ക് എത്തിച്ചത്. ഒപ്പം ലാഭ മാർജിൻ മെച്ചപ്പെടുത്തി. സിമന്റ് സെക്ടറിന്റെ മൊത്തത്തിലുള്ള മുന്നേറ്റത്തെ മറികടക്കുന്ന പ്രകടനമാണിതെന്നും ഫലങ്ങൾ കാണിക്കുന്നു. വരുമാനം 26.2% വർധനയോടെ 5139.48 കോടി രൂപയായി. സിമന്റ് വിൽപ്പനയിൽ 20% വർധനവാണ് രേഖപ്പെടുത്തിയത്. വിൽപ്പന 16.6 ദശലക്ഷം ടണ്ണിലെത്തി. ഇത് രണ്ടാം പാദത്തിലെ കമ്പനിയുടെ എക്കാലത്തെയും ഉയർന്ന നിരക്കാണ്. മറ്റ് ബിസിനസ്സുകളുമായി സംയോജിപ്പിക്കുമ്പോൾ മൊത്തം ലാഭം 2302.3 കോടി രൂപയാണ്. കഴിഞ്ഞ വർഷത്തെ 496.5 കോടിയിൽ നിന്ന് 364% വർധന. മൊത്തം വരുമാനം 21.5% വർദ്ധിച്ച് 9174 കോടിയുമായി. രണ്ടാം പാദത്തിൽ പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വരുമാനം 1111 കോടി രൂപയിൽ നിന്ന് 58.5% വാർഷിക വളർച്ചയോടെ 1761 കോടി രൂപയായി. ലാഭ മാർജിൻ 14.7% നിന്ന് 19.2 മെച്ചപ്പെട്ടു. രണ്ടാം പാദഫലം ശക്തമായ ഡിമാൻഡും മികച്ച കാര്യക്ഷമതയുടെയും സൂചനയാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വാർത്തകൾ നോക്കാം. സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു. മമ്മൂട്ടി മികച്ച നടനും ഷംല ഹംസ നടിക്കുമുള്ള പുരസ്കാരങ്ങൾ കരസ്ഥമാക്കി. ഇതോടെ മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം ഏറ്റവും കൂടുതൽ തവണ നേടുന്ന നടനായിരിക്കുകയാണ് മമ്മൂട്ടി. മഞ്ഞുമൽ ബോയ്സ് 10 പുരസ്കാരങ്ങളാണ് വാരിക്കൂട്ടിയത്.
2024 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. തൃശൂർ സാഹിത്യ അക്കാദമിയിൽ വെച്ച് സാംസ്കാരിക മന്ത്രി സജി ചെറിയാനാണ് അവാർഡുകൾ പ്രഖ്യാപിച്ചത്. ഇത്തവണ ഏറ്റവും കൂടുതൽ അവാർഡുകൾ സ്വന്തമാക്കിയിരിക്കുന്നത് ചിദംബരം സംവിധാനം ചെയ്ത മഞ്ഞുമ്മൽ ബോയ്സ് എന്ന ചിത്രമാണ്. 10 പുരസ്കാരങ്ങളാണ് ചിത്രം സ്വന്തമാക്കിയത്. മനിതർ ഉണർന്നുകൊള്ള ഇത് മനിത കാതൽ അല്ല. മികച്ച നടനായി മമ്മൂട്ടിയെയും മികച്ച നടിയായി ഷംല ഹംസയെയും തിരഞ്ഞെടുത്തു. ജൂറി അധ്യക്ഷൻ പ്രകാശ് രാജിന്റെ സാന്നിധ്യത്തിലായിരുന്നു പ്രഖ്യാപനം. ഭ്രമയുഗത്തിലെ പ്രകടനത്തിനാണ് മമ്മൂട്ടിയെ മികച്ച നടനായി തിരഞ്ഞെടുത്തത്. ഇത് ഭ്രമയുഗ കലിയുഗത്തിന്റെ ഒരു അപഭ്രംശം. ഫെമിനിച്ചി ഫാത്തിമ എന്ന ചിത്രത്തിലെ മികച്ച അഭിനയത്തിനാണ് ഷംല ഹംസയെ നടിയായും തിരഞ്ഞെടുത്തത്. എന്ത് ഫാത്തിമാനൊർക്കം ചരിത്രത്തിന്റെ ഒപ്പം. മികച്ച ചിത്രമായി മഞ്ഞുമ്മൽ ബോയ്സും മികച്ച രണ്ടാമത്തെ ചിത്രമായി ഫെമിനിച്ചി ഫാത്തിമയും തിരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച ജനപ്രിയ ചിത്രം പ്രേമലുവാണ്. മികച്ച നവാഗത സംവിധായകനായി ഫാസിൽ മുഹമ്മദാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. ഫെമിനിച്ചി ഫാത്തിമ എന്ന ചിത്രമാണ് പുരസ്കാരത്തിന് അർഹനാക്കിയത്. ഒരു പഴയ കിടക്ക ഫാത്തിമയുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങളിലൂടെയാണ് ചിത്രം വളരെ സരസമായി മുന്നോട്ടു പോകുന്നത്. ചിദംബരം മികച്ച സംവിധായകനുള്ള പുരസ്കാരവും നേടി. ടൊവിനോ തോമസ്, ആസിഫ് അലി, ജ്യോതിർമയി, ദർശന രാജേന്ദ്രൻ എന്നിവർ പ്രത്യേക ജൂറി പരാമർശവും നേടി. മഞ്ഞുമ്മൽ ബോയ്സിലെ വിയർപ്പ് തുന്നിയിട്ട കുപ്പായം എന്ന ഗാനമെഴുതിയ റാപ്പർ വേടൻ മികച്ച ഗാനരചയിതാവിനുള്ള പുരസ്കാരം നേടി. വിയർപ്പ് തുന്നിയിട്ട കുപ്പായം, അതിൽ നിറങ്ങൾ മങ്ങുകില്ല കട്ടായം. കിനാവ് കൊണ്ട് കെട്ടും കൊട്ടാരം, അതിൽ മന്ത്രി നമ്മൾ തന്നെ രാജാവും. കാൻ ചലച്ചിത്രമേളയിൽ ഇന്ത്യയുടെ അഭിമാനമായ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന ചിത്രത്തിനാണ് ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്കുള്ള പ്രത്യേക പുരസ്കാരം ലഭിച്ചത്. അവാർഡ് നിർണയത്തിനായെത്തിയ 128 ചിത്രങ്ങളിൽ 38 എണ്ണം മാത്രമാണ് അവസാന റൗണ്ടിൽ എത്തിയത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ നേരിയ വർധന. ഗ്രാമിന് 15 രൂപ വർദ്ധിച്ച് 11,290 രൂപയായി. പവന് 120 രൂപയാണ് ഉയർന്നത്. ഇതോടെ ഒരു പവൻ സ്വർണത്തിന് 90,320 രൂപയായി. വെള്ളിവില 1 ഗ്രാമിന് 3 രൂപ ഉയർന്ന് 160 രൂപയിലാണ് വ്യാപാരം. നിർമ്മാണ മേഖലയിൽ മുന്നേറ്റം. ഒക്ടോബറിലെ ഉൽപാദനം 5 വർഷത്തെ ഉയരത്തിൽ. തുണയായത് GST നിരക്കിളവ്. കേന്ദ്ര ബജറ്റിൽ പ്രതീക്ഷയർപ്പിച്ച് വസ്ത്ര നിർമ്മാണ മേഖല. നികുതി ഇളവും കയറ്റുമതി പിന്തുണയും നടപ്പിലാക്കണമെന്ന് ആവശ്യം. സെപ്റ്റംബർ പാദത്തിൽ ഇന്ത്യ നേടിയത് $44.3 ബില്യൺ കരാറുകൾ. കഴിഞ്ഞ 6 പാദത്തിലെ ഏറ്റവും ശക്തമായ ത്രൈമാസ പ്രകടനമെന്ന് റിപ്പോർട്ട്. ഇന്ത്യൻ ഓഹരി വിപണി മികച്ച നിലയിലെന്ന് മോത്തിലാൽ ഒസ്വാളിന്റെ റിപ്പോർട്ട്. മൂല്യനിർണ്ണയങ്ങൾ ന്യായയുക്തമാണെന്നും റിപ്പോർട്ട്. ലാഭത്തിൽ 3 ഇരട്ടി നേട്ടവുമായി അംബുജ സിമന്റ്സ്. അറ്റാദായം 268% ഉയർന്ന് 1,766 കോടി രൂപയായി. ഇതോടെ ഈവനിംഗ് ബിസിനസ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.